ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നമുക്ക് എഴുതാം, ഡാറ്റ സ്ട്രക്ചർ ഇസ് എ മെത്തേഡ് ഓഫ് സ്റ്റോറിങ്, ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് ഡാറ്റ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ് എഫിഷ്യൻ്റ്ലി. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളെ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതേപോലെ തന്നെ മാനേജ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എഫിഷ്യൻ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, രണ്ടാമത്തത് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജസ് C++, ജാവ എന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യും. അതായത് ഇൻഡിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, ബൂളിയൻ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. നെക്സ്റ്റ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. നോൺ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക് ഡാറ്റ ടൈപ്സ് ആണ് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നോൺ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ primitive data structure we can build non primitive data structures and നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും ദാൻ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആയിരിക്കും. അതിൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചറായിട്ട് അറേനെ കൺസിഡർ ചെയ്യാം. അറേനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യാം. അതേസമയം നമുക്ക് ഡൈനാമിക് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ ഇതുപോലെയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിന് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ട് പറയാം. നെക്സ്റ്റ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതായത് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീക്വൻഷ്യൽ ഓർഡറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വരിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനറിൽ നീളത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലീനിയർ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് എന്താ പറയാം, ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണെന്ന് പറയാം. ആ ലീനിയറായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത എല്ലാത്തിനെയും നമ്മൾ എന്താ പറയാം, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് പറയാം. നോൺ ലീനിയറിൽ വരുന്നത് രണ്ട് ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. ഒന്ന് ട്രീയും രണ്ടാമത്തത് ഗ്രാഫും. ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഒരു 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ വരുന്നൊരു ക്വസ്റ്റ്യനാണ് ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. എന്താണ് ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു അൽഗോരിതം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണ്, അത് പെട്ടെന്ന് തീരുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഏറ്റവും നല്ല പെട്ടെന്ന് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഫസ്റ്റത്തെ ടൈം കോംപ്ലക്സിറ്റി മെഷേഴ്സ് ഹൗ ദ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഇൻക്രീസ് വിത്ത് ദ ഇൻപുട്ട് സൈസ് n. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സൈസിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈം ഒരു അൽഗോരിതം കംപ്ലീറ്റ് ചെയ്യാൻ, ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ അൽഗോരിതം, ദ ടൈം റിക്വയർഡ് ബൈ എൻ അൽഗോരിതം ടു സോൾവ് എ ഗിവൺ പ്രോബ്ലം. നമുക്ക് തന്നിട്ടുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്രത്തോളം ടൈം ആവശ്യമാണ്, അതാണെന്ത് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ടൈം കോംപ്ലക്സിറ്റിക്ക് 3 കേസസ് ആണുള്ളത്, ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേഴ്സ്റ്റ് കേസ്. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ടൈമിനുള്ളിൽ നമ്മളൊരു അൽഗോരിതത്തിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ആവറേജ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈം, എത്രത്തോളമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കും ചെയ്യുന്നത് ആവറേജ് കേസ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തത് വേഴ്സ്റ്റ് കേസ്, അതായത് കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പേസ് കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ amount ഓഫ് എക്സ്ട്രാ മെമ്മറി required when we are accomplishing an algorithm. ഒരു അൽഗോരിതം നമ്മൾ the amount of memory required by an algorithm to solve a given problem is called space complexity. നമ്മളൊരു അൽഗോരിതം ചെയ്യുകയാണ്, അതായത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താണ് അതിൽ വരുന്ന കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
എത്രത്തോളം മെമ്മറി ആവശ്യമാണ് അതാണ് എന്ത് പറയുന്നത്, സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റിക്ക് ശരിക്കും രണ്ട് പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഫിക്സഡ് പാർട്ട്. ഫിക്സഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാരിയബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിനെയാണ് കോൺസ്റ്റൻറ്റ്. മേ ബി 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണെന്ന് വിചാരിച്ചോ. 5 എന്ന് പറയുന്നത് എന്താണ്, അവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതൊരു ഫിക്സഡ് പാർട്ടാണ്, അതിൽ നമുക്കൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. ഇനി വാരിയബിൾ പാർട്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു 5 എന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ആ 5 എന്നിൽ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അതൊരു യൂസർ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കറിയുള്ളൂ അത് എത്രയാണ് വാല്യൂ എന്നുള്ളത്. അതാണ് രണ്ടാമത്തത് വാരിയബിൾ പാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് വാരീസ് ഫ്രം പ്രോഗ്രാം ടു പ്രോഗ്രാം. ഓരോ പ്രോഗ്രാമിൽ നിന്ന് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് എന്താണ് അത് വേരി ചെയ്യും. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ഒ, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ നൊട്ടേഷൻസ്. എക്സാമിന് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ അൽഗോരിതം അനാലിസിസ് വി യൂസ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ടു ഡിസ്ക്രൈബ് ഹൗ ദ റണ്ണിംഗ് ടൈം ഓർ സ്പേസ് റിക്വയർമെൻറ്റ്സ് ഓഫ് എൻ അൽഗോരിതം ഗ്രൂ ആസ് ദ ഇൻപുട്ട് സൈസ് എൻ ഇൻക്രീസസ്. നമ്മൾ ഒരു അൽഗോരിതം നമ്മൾ പെർഫോം ചെയ്യുകയാണ്, ഒരു തിയററ്റിക്കലി നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളൊരു അൽഗോരിതം എന്താണ് പെർഫോം ചെയ്യുകയാണ്, ആ അൽഗോരിതം ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഓരോ ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്, 1 2 3 എക്സെട്ര അപ് ടു എന്നുള്ള ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻപുട്സ് കൊടുക്കുന്ന സമയത്ത് എത്ര ടൈം എടുക്കുന്നു, എത്ര മെമ്മറി എത്രത്തോളം റിക്വയർ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ടൈം എത്ര എടുക്കുന്നു എന്നുള്ളതും മെമ്മറി എത്ര എടുക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണെന്ത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണെന്ത്, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ബിഗ് ഒ നൊട്ടേഷൻ. ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദ അപ്പർ ബൗണ്ട് ഓഫ് എൻ ഓർഡർ ഓഫ് ഗ്രോത്ത്. അപ്പർ ബൗണ്ടാണ്. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ടൈം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു മാക്സിമം ടൈം എടുക്കും. ആ ഒരു മാക്സിമം ടൈമിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ബിഗ് ഒ നൊട്ടേഷൻ നമ്മൾ പറയുന്ന സമയത്ത് അതിൽ പറയേണ്ട ഒരു പോയിന്റ് ആണ് അപ്പർ ബൗണ്ട് ഓൺ ഓർഡർ ഓഫ് ഗ്രോത്ത് ഓഫ് ടൈം ടേക്കൺ ബൈ എൻ അൽഗോരിതം. അപ്പർ ബൗണ്ട് ഓൺ ഓർഡർ ഓഫ് ഗ്രോത്ത് ഓഫ് ടൈം ടേക്കൺ ബൈ എൻ അൽഗോരിതം. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് റണ്ണിങ് ടൈം ഓഫ് എൻ അൽഗോരിതം ആണ്. എഫ് ഓഫ് എൻ ഈസ് ഓർഡർ ഓഫ് ജി ഓഫ് എൻ ആണ്. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് ജി ഓഫ് എൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് സി ആൻഡ് എൻ സീറോ സച്ച് ദാറ്റ്, രണ്ടാമത്തെ പോയിന്റ് ആണിത്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. അതായത് ഇവിടെ എന്താണ്, സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഏറ്റവും വലുത് എന്തായിരിക്കും ഇതിൽ, സി ഇൻറ്റു ജി ഓഫ് എൻ ആണ്. അപ്പോൾ ഈ ഗ്രാഫ് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് താഴോട്ടാണ് അത് പോകുന്നത്, അതിന് വലിയ വാല്യൂ വരുന്നില്ല. പക്ഷേ സി ഇൻറ്റു ജി ഓഫ് എൻ എന്താണ്, ഗ്രേറ്റർ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഏതായിരിക്കും, സി ഇൻറ്റു ജി ഓഫ് എൻ എന്നുള്ളതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, ഇതിൽ നിങ്ങൾ മാർക്ക് കിട്ടാൻ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ് വരച്ച് വെക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കറക്റ്റ് 3 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ബിഗ് ഒമേഗ നൊട്ടേഷൻ. ബിഗ് ഒമേഗ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ബൗണ്ട് ഓൺ ഓർഡർ ഓഫ് ഗ്രോത്ത് ഓഫ് ടൈം ടേക്കൺ ബൈ എൻ അൽഗോരിതം ഓർ കോഡ് വിത്ത് ഇൻപുട്ട് സൈസ്. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് റണ്ണിങ് ടൈം ഓഫ് എൻ അൽഗോരിതം ആണ്. എഫ് ഓഫ് എന്ന് നമ്മൾ ബിഗ് ഒമേഗ ഓഫ് ജി ഓഫ് എൻ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ കേസിൽ എന്തായിരിക്കും, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. ഏറ്റവും ഗ്രേറ്റർ വാല്യൂ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എൻ തന്നെയായിരിക്കും. നമുക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ നമുക്ക് നേരത്തെ സി ഇൻറ്റു ജി ഓഫ് എൻ എന്നുള്ളതായിരുന്നു നമുക്ക് മേലോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, എഫ് ഓഫ് എൻ എന്നുള്ളതാണ് മേലോട്ട് പോകുന്നത്. സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്,
നമ്മളൊരു അൽഗോരിതം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് സി ഇൻറ്റു ജി ഓഫ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതം എന്ന് പറയുന്നത്. നെക്സ്റ്റ് തീറ്റ നൊട്ടേഷൻ. തീറ്റൻ്റെ കേസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റിൻ്റെയും ആവറേജിൻ്റെയും നടുവിൽ നിൽക്കുന്ന മിഡിലായിരിക്കും, അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും എന്ന് പറയുന്നത് തീറ്റ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ തീറ്റ നൊട്ടേഷൻ്റെ കേസിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C1 ഇൻറ്റു ജി ഓഫ് എൻ. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അപ്പർ ബൗണ്ടിൻ്റെയും ലോവർ ബൗണ്ടിൻ്റെയും രണ്ടിൻ്റെയും ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? തീറ്റ നൊട്ടേഷൻ്റെ ഇക്വേഷൻ വരുന്നത്. അത് രണ്ടും കൂടെ മേർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C1 ഇൻറ്റു ജി ഓഫ് എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N0. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്പർ ഓഫ് ഇൻപുട്സ് കൊടുത്തിട്ടുണ്ട്. C2 ഇൻറ്റു ജി ഓഫ് എൻ അതാണ് നമ്മുടെ ലോവർ ബൗണ്ട്. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മളെ ഫംഗ്ഷൻ. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മളെ ഫംഗ്ഷൻ. ഇത് നമ്മൾ അപ്പർ ബൗണ്ടിൽ വരുന്ന ഫംഗ്ഷനാണ് എന്ത്? C1 ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത്, ബിഗ് ഓയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടുള്ളൊരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ 3 ഗ്രാഫിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്കിവിടെ N0 എന്ന് പറയുന്നൊരു വാല്യൂ വരുന്നുണ്ടാകാം. ഈ കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമ്മറി പോലെ എഴുതി വെക്കാം. ബിഗ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ബൗണ്ടാണ്, അതാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കേസ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ബൗണ്ടാണ്, അതാണ് ബെസ്റ്റ് കേസ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് ബൗണ്ടാണ് അല്ലെങ്കിൽ ആവറേജ് ബൗണ്ടാണ്, അതാണ് എന്ത്? എക്സാക്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്.